ഇവിടെ എത്തിയിട്ട് അപ്പോൾ ആ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ 2 പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം നോക്കാം. മർഡർ ഫോർ ഗെയിൻ. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, 2 പേർ മാത്രമാണുള്ളത് ഈ പ്രതിപട്ടികയിൽ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? ഇനി തുടരന്വേഷണം എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ ഇവരുടെ ചോദ്യം ചെയ്യൽ അത് തുടങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ 2 പേർ മാത്രമേ പ്രതികളുള്ളൂ എന്നുള്ളതാണ് FIR-ലുള്ളത്. ഇനിയും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കൊലപാതകത്തിൽ മറ്റാരെങ്കിലുടെയും സഹായം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രേരണ, ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുള്ളോ എന്നുള്ളതിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയില്ല. പിന്നീട് ഓണത്തിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഒരു അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് കോടതിയിൽ അപേക്ഷ നൽകി ശേഷം വിശദമായി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും ഗെയിൻ ഫോർ മർഡർ എന്നാണ് SP പറഞ്ഞിരിക്കുന്നത്. അതായത് സാമ്പത്തികമായ ലാഭത്തിനോ വേണ്ടി സുഭദ്രയെ കൊല ചെയ്തു എന്നുള്ളതാണ്. സാമ്പത്തികമായ ലാഭം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് വാങ്ങിയ പണം തിരികെ കൊടുക്കാതിരിക്കാനായിരിക്കും. എന്തായാലും ഗെയിൻ ഫോർ മർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ 72 വയസ്സുള്ള ഒരു വയോധികയെ ഇങ്ങനെ പണത്തിന് വേണ്ടി കൊന്നാൽ പോലും ഇത്രയും മാത്രമായിരിക്കും? എന്താണ് കൊലപാതകത്തിന് സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ കൂട്ടുപ്രതികളുണ്ടോ എന്നുള്ള കാര്യവും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അതിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താനാകൂ എന്നുള്ള പ്രതികരണമാണ് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായത്. രഘുനാഥ് നാരായൺ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.